പാശ്ചാത്യ മേഖല സംഘർഷഭരിതമാണ്, കലുഷിതമാണ്. ഇനിയും അടങ്ങാത്ത വാശി. അടിക്ക് തിരിച്ചടി എന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അനുദിനം സംഘർഷങ്ങളും ഏറ്റുമുട്ടലുകളും വർദ്ധിക്കുകയാണ്. കിഴക്കൻ യുക്രൈനിലെ 4 സെറ്റിൽമെന്റുകൾ റഷ്യൻ സൈന്യം നിയന്ത്രണത്തിലാക്കിയതായി റഷ്യ. അതേസമയം റഷ്യൻ പ്രദേശത്തെ ഒരു എണ്ണ ഡിപ്പോയിൽ തങ്ങളുടെ സൈന്യം ആക്രമണം നടത്തിയതായി യുക്രൈൻ അതേ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്തു. നവംബർ 23 മുതൽ 29 വരെയുള്ള ആഴ്ചയിൽ കാർക്കിവ്, ഡൊണറ്റ്സ്ക് മേഖലകളിലെ 4 സെറ്റിൽമെന്റുകൾ തങ്ങളുടെ സൈന്യം പിടിച്ചെടുത്തതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സൈനിക സംരംഭങ്ങൾ, വൈദ്യുതി സൗകര്യങ്ങൾ, സൈനിക വ്യോമതാവളങ്ങൾ, അതുപോലെ ഡ്രോൺ ഉൽപാദനവും സംഭരണവുമുള്ള സൈറ്റുകൾ എന്നിവയുൾപ്പെടെയുള്ള വിവിധ യുക്രൈനിയൻ സൈനിക ലക്ഷ്യങ്ങളിൽ 32 റൗണ്ട് ആക്രമണങ്ങൾ നടത്തിയതായും അറിയിച്ചു. റഷ്യ നടത്തിയ രൂക്ഷമായ മിസൈൽ ആക്രമണങ്ങളിൽ രാജ്യത്തെ വൈദ്യുതി വിതരണം പ്രതിസന്ധിയിലായി. വൈദ്യുതി വിതരണം താറുമാറായതോടെ 10 ലക്ഷത്തിലേറെ ജനങ്ങൾ ഇരുട്ടിലായി. രാജ്യത്തെ ഊർജ്ജ വിതരണ സംവിധാനങ്ങളും ലക്ഷ്യമിട്ട് റഷ്യ ആക്രമണം നടത്തിയെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ മിസൈൽ ആക്രമണത്തെക്കുറിച്ച് റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. US നിർമ്മിത ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റത്തിൽ നിന്നുള്ള 10 മിസൈലുകളും വിവിധ തരത്തിലുള്ള 353 ശത്രു ഡ്രോണുകളും കഴിഞ്ഞ ഒരാഴ്ചക്കിടെ റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞതായും മന്ത്രാലയം അറിയിച്ചു. കൂടാതെ വ്യാഴാഴ്ച രാത്രിക്കും അതുപോലെ വെള്ളിയാഴ്ച പുലർച്ചയ്ക്കും ഇടയിൽ ക്രിമിയയിലും കിഴക്കൻ റഷ്യയിലെ റോസ്തോവ്, ബ്രയാൻസ്ക്, ബെൽഗോറോഡ്, വൊറോനഷ് എന്നിവയുൾപ്പെടെ അതിർത്തി പ്രദേശങ്ങളിലും 47 യുക്രൈനിയൻ ഡ്രോണുകൾ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വെടിവെച്ചിട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു. അതേസമയം യുക്രൈനിയൻ സായുധ സേനയുടെ ജനറൽ സ്റ്റാഫ് വെള്ളിയാഴ്ച ഉച്ചവരെ 123 ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈ ആക്രമണങ്ങളിൽ കുറോഖോവിന്റെ ദിശയിലാണ് ഏറ്റവും തീവ്രമായ പോരാട്ടം നടന്നതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. തെക്കൻ റഷ്യയിലെ റോസ്തോവ് മേഖലയിലെ അറ്റ്ലസ് ഓയിൽ ഡിപ്പോയിൽ വെള്ളിയാഴ്ച പുലർച്ചെ തീപിടുത്തമുണ്ടായതായി യുക്രൈൻ അറിയിച്ചു. യുക്രൈൻ പറയുന്നതനുസരിച്ച് തീപിടുത്തമുണ്ടായ ഓയിൽ ഡിപ്പോ റഷ്യൻ സൈന്യത്തിന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന പ്രധാന ഡിപ്പോകളിൽ ഒന്നാണ്. എന്തായാലും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആക്രമണത്തോട് റഷ്യ പ്രതികരിച്ചിട്ടില്ല. ഇതിനിടെ അടുത്ത ആഴ്ച ബ്രസീലിൽ നടക്കുന്ന നേറ്റോ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ സഖ്യത്തിൽ ചേരാൻ യുക്രൈനെ ക്ഷണിക്കാൻ യുക്രൈനിയൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹ നേറ്റോ അംഗങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സ്ഥിരീകരണമില്ലാത്ത റിപ്പോർട്ടുകളുണ്ട്. ഭാവിയിലെ അംഗത്വത്തിലേക്കുള്ള യുക്രൈനിന്റെ പാതയ്ക്ക് നേറ്റോ മുമ്പ് പിന്തുണ അറിയിച്ചിരുന്നുവെങ്കിലും ഔപചാരികമായ ക്ഷണമോ സമയക്രമമോ ഇതുവരെ സജ്ജീകരിച്ചിട്ടില്ല. സഖ്യത്തിൽ ചേരാൻ യുക്രൈനെ ക്ഷണിക്കുന്നതിൽ നിലവിൽ സമവായമില്ലെന്ന് നേറ്റോ രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്രജ്ഞരും പറയുന്നുണ്ട്. ഈ കലുഷിത അന്തരീക്ഷം നിലനിൽക്കെയാണ് കീവിന്റെ അധികാര പരിധിയിലുള്ള പ്രദേശങ്ങൾ നേറ്റോയുടെ കീഴിൽ എടുക്കണമെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കി ആവശ്യമുന്നയിച്ചത്. നിർദ്ദേശം റഷ്യ യുക്രൈൻ യുദ്ധം തടയാനുമാണ്. യുക്രൈനിലെ ആളൊഴിഞ്ഞ പ്രദേശങ്ങൾ നേറ്റോയുടെ കീഴിലായിരിക്കണമെന്നാണ് നിർദ്ദേശം. വെടിനിർത്തൽ കരാറിനെക്കുറിച്ചും സൂചനയുണ്ട്. കൂടാതെ നേറ്റോ അംഗത്വത്തിന് പകരമായി അധിനിവേശ പ്രദേശങ്ങളിലെ നിയന്ത്രണം റഷ്യയ്ക്ക് വിട്ടു നൽകാൻ തയ്യാറാണെന്ന് സൂചനയുമുണ്ട്. കീവിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ നേറ്റോ സുരക്ഷ ഉറപ്പു നൽകുകയാണെങ്കിൽ മാത്രമാണ് ഇങ്ങനെയൊരു വിട്ടുവീഴ്ച എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നിയുക്ത US പ്രസിഡന്റ് ട്രംപിന്റെ കീഴിൽ പുതിയ US നയത്തിൽ മാറ്റമുണ്ടാകുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് സെലൻസ്കിയുടെ പ്രതികരണം വന്നത്. ട്രംപുമായി സഹകരിക്കാനുള്ള സന്നദ്ധതയും സെലൻസ്കി പ്രകടിപ്പിച്ചിട്ടുണ്ട്.